സ്നേഹിക്കുന്ന വ്യക്തിയെ കളിയാക്കാനോ കുറ്റം പറയാനോ നിൽക്കില്ല. മറ്റുള്ള ഒരു വ്യക്തികൾ ആ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കും. ആ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയണ്ട, ആ വ്യക്തി അങ്ങനെയുള്ള ആളല്ല എന്ന് പറയുകയും കൂടി ചെയ്യും. അപ്പോൾ അത്രമാത്രം ആത്മാർത്ഥമായി ആ വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ ആരോടെങ്കിലും നമ്മളെപ്പറ്റി കുറ്റം പറയുകയാണെങ്കിൽ പോലും അങ്ങനെ പറയരുത്, ആ വ്യക്തി അങ്ങനെയുള്ള ആളല്ല എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒരിക്കലും വിട്ടു പിരിയാൻ ആഗ്രഹിക്കില്ല. ഒരുമിച്ച് ജീവിക്കാൻ എന്തൊക്കെയാണ് വഴികൾ എന്ന് നോക്കും. ആ നല്ല വഴികൾ കണ്ടെത്തി അവർ എന്നും സന്തോഷകരമായി ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കാനായിട്ടുള്ള വഴികൾ കണ്ടെത്തും. അങ്ങനെ എന്നും സന്തോഷകരമായി ജീവിക്കും. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് സ്വന്തമായിട്ട് തന്നെ പരിഹാരം കണ്ടെത്തി വീണ്ടും സന്തോഷകരമായി ജീവിക്കും. അവരുടെ വീട്ടിൽ നടക്കുന്ന എന്ത് ചെറിയ പ്രശ്നങ്ങൾ നടന്നാലും അത് പുറമേയുള്ള പുറം ലോകത്തിനെ അറിയിക്കില്ല. അവർ തന്നെ അതിനെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുള്ള പരിഹാരം കണ്ടെത്തും. അല്ലാതെ മറ്റുള്ളവരെ ആരോടെങ്കിലുമൊക്കെ പോയി പറഞ്ഞ് ആ വ്യക്തിയെ ഒന്നുമല്ലാതെ തരം താഴ്ത്തിക്കൊണ്ട് കാണാൻ ആഗ്രഹിക്കില്ല. ഒരിക്കലും അങ്ങനെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് നമ്മളോട് അത്രമാത്രം ഇഷ്ടമില്ല. നമ്മളെ അവർക്ക് സ്നേഹിക്കാനും നമ്മളോടൊപ്പം ജീവിക്കാനും ഒന്നിനും താല്പര്യമില്ല എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ താല്പര്യമില്ലാത്തവരെ നമ്മളെക്കുറിച്ച് പരമാവധി കുറ്റം പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരോട് കുറ്റവും പരദൂഷണവും എല്ലാം പറയുകയുള്ളൂ. പക്ഷേ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമ്മളെ പറ്റിയിട്ട് കുറ്റമോ പരദൂഷണമോ ഒന്നും പറയുകയില്ല. അപ്പോൾ അങ്ങനെ പറയുന്ന വ്യക്തികൾ നമ്മുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ല. കുറച്ച് ദിവസത്തേക്ക് ഇഷ്ടമുണ്ടായിരുന്നു, പിന്നീട് ആ വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ നിന്നും അകന്നു പോകാനായിട്ട് എന്തൊക്കെയാണോ വഴികൾ എന്നാണ് അവർ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട് ഇത്തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളുമൊക്കെ നമ്മൾ ചെയ്യാത്ത കാര്യം വരെ മറ്റുള്ളവരോട് മൊത്തം പറയുന്നതും നമ്മുടെ സമൂഹത്തിലുള്ള ഇടത്ത് നമ്മൾക്കൊരു വിലയും ഇല്ലാതെയാക്കാൻ വരെ അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളോട് അത്ര ആത്മാർത്ഥതയും സ്നേഹവും ഉള്ള വ്യക്തിയാണ് നമ്മളെ ഒരിക്കലും വിട്ടുപിരിഞ്ഞവർക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. നമ്മളാണ് അവരുടെ ജീവന് തുല്യമായി കാണുന്നത്, ദൈവത്തിന് തുല്യമായിട്ടൊക്കെ കാണുക എന്ന് ചില വ്യക്തികൾ പറയും. പക്ഷെ അത് വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ അതേപോലെ ദൈവത്തിന് തുല്യമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുകയില്ല. അതാണ് ആത്മാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. അവരെന്നും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മാത്രം ജീവിക്കാനേ ആഗ്രഹിക്കുള്ളൂ. പുറമേയുള്ള ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും മോശമായ വാക്ക് അവരുടെ വായിൽ നിന്ന് വന്നു പോയാൽ പോലും എൻ്റെ ആളെക്കുറിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറയരുത്, എൻ്റെ ആൾ അങ്ങനെയുള്ള ആളല്ല, എനിക്കറിയാം, ഞാൻ ഇത്ര വർഷമായി ആ വ്യക്തിയോടൊപ്പം ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളായി എൻ്റെ മുമ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ വന്നതിന് ശേഷം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനെ പറയരുത് എന്ന് ആ വ്യക്തി പറയും. അല്ലാതെ അവരോടൊപ്പം കൂട്ടുകൂടി അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ച് അവർ പറയുന്ന പരദൂഷണമെല്ലാം കേട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാനോ അവിടെ തല്ലുവടി ഉണ്ടാക്കാനോ കുടുംബകലഹമുണ്ടാക്കാനോ നിൽക്കില്ല. അതാണ് യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ. എന്നും അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കും. അവിടെ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അതാണ് ജീവിതം. അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷകരമായി സ്നേഹത്തോടെ മരണം വരെ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.